മരിച്ചതിന് ശേഷം സഹോദരിയെങ്കിലും അറിയിക്കണ്ടേ, ഏറ്റവും കുറഞ്ഞത്. ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. മരിച്ചിട്ടില്ല, സമാധി. ഓക്കെ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആ സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ ലയിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നത്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയിലോട്ട് പോകുന്ന ഒരു ധ്യാന കർമ്മമാണ്. ആ ധ്യാന കർമ്മം ചെയ്യുന്ന സമയത്ത് ആരെയും വിളിച്ച് ശല്യപ്പെടുത്താൻ പാടില്ലെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് എനിക്ക്. വിവേകാനന്ദ സ്വാമി ക്ഷമിക്കണേ. കാഷായ വേഷം ധരിച്ച് കള്ളം പറയുന്നോടാ റാസ്കൽ. ജീവൻ പോയി എന്ന് തീരുമാനിക്കാൻ ഡോക്ടറല്ലേ? ഒരിക്കലും ഡോക്ടർക്കൊന്നും തൊടാൻ പാടില്ല അതൊന്നും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ആ ഡോക്ടർ വന്ന് സമാധിയിൽ തൊട്ട് ആ കളങ്കപ്പെടുത്താൻ പാടില്ല. എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു? അച്ഛന് ഈ ഷുഗറിന്റെ BP പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബെസ്റ്റ്. എന്നിട്ട് BP-ക്കുള്ള ഗുളികയും കഴിച്ചു, പിന്നെ ഇൻസുലിനൊക്കെ വെച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് വന്ന് സമാധി ഇരുന്നത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇവനൊക്കെ ഡാർക്ക് സീനാണ്, വിട്ടുപിടിച്ച വള്ളിക്കെട്ടാണ്. ഞാൻ ആത്മാഹുതി ചെയ്തിരുന്നാലും ശരിയാണ്, ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. എന്നാ പോടാ, നീ പോയി ചാക്. എന്റെ പ്രാണനെ ആ സമയത്ത് ആത്മാഹുതി ചെയ്യും. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇത്രയും ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന ആ ഒരാൾ എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും? അത് പൊട്ടന്ന ലോക പൊട്ടൻ.